ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ഇംപ്യൂരിറ്റീസ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു മിസ്റ്ററി ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് നമ്മുടെ കഥാനായകൻ ക്ലെറ്റൻ ഡഗ്ലസിനെയാണ് കാണിക്കുന്നത്. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഒരു ഡിറ്റക്റ്റീവാണ്. ക്ലേയെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ അദ്ദേഹം അത്രയും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് കേസുകള് അദ്ദേഹം സത്യസന്ധമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ക്ലേക്ക് ആങ്കർ ഇഷ്യൂ ഉണ്ട്. അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണും മൂക്കും ഒന്നും നോക്കില്ല. ആ സമയത്ത് ആരെങ്കിലും ഒരാള് ക്ലേയുടെ മുന്നിൽ ചെന്ന് പെട്ടാല് നല്ല കണ്ണു പൊട്ടുന്ന ചീത്തയും കേൾക്കും, ചിലപ്പോ 2 ഇടിയും കിട്ടിയെന്നിരിക്കും. നമ്മുടെ നായകനിപ്പോ പുലർച്ചെ രാവിലെ തന്നെ കുത്തിയിരുന്ന് അദ്ദേഹത്തിന്റെ പഴയ കേസ് ഫയലുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ക്ലേ അടുത്ത് തന്നെ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആവാൻ പോവാണ്. എന്നാൽ ഒരേ ഒരു കേസ് മാത്രം അദ്ദേഹത്തെ കൊണ്ട് സോൾവ് ചെയ്യാനേ കഴിഞ്ഞിട്ടില്ല. പുള്ളി ആ ഒരു ടെൻഷനിലാണ്. തന്നെ കൊണ്ട് ആ കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഈ സമയത്താണ് ക്ലെറ്റന്റെ വൈഫ് അങ്ങോട്ട് വരുന്നത്. അല്ല, ഇതെന്താ നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? അതിന് ക്ലേ പറയും, ഇന്നലെ രാത്രി തനിക്കൊരു മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറിന്റെ ഫോൺ കോൾ വന്നു. അതിനുശേഷം തനിക്ക് എന്തോ ഉറക്കം വന്നില്ല. ഈ സമയത്താണ് മേശപ്പുറത്തിരുന്ന അവരുടെ മകന്റെ ഫോട്ടോ മറച്ചു വെച്ചിരിക്കുന്നത് വൈഫ് കാണുന്നത്. ക്ലേക്ക് ഒരു മകനും മകളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ആക്സിഡന്റില് അവരുടെ മകനെ അവർക്ക് നഷ്ടപ്പെട്ടു. മകളുടെ കാലുകൾ തളർന്നുപോയി. അവളെ കൊണ്ട് ഇപ്പൊ നടക്കാൻ കഴിയില്ല. ആ ഒരു ആക്സിഡന്റിന് കാരണം താനാണെന്ന് പറഞ്ഞ് ക്ലേക്ക് ഇതുവരെ ആ കുറ്റബോധത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നാണെങ്കില് മകളുടെ പിറന്നാളാണ്. ക്ലേക്ക് ആണെങ്കില് തന്റെ ജോലി തിരക്ക് കാരണം മകളുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. അദ്ദേഹം നേരെ മകളുടെ മുറിയിലേക്ക് ചെന്ന് ബർത്ത്ഡേ കാർഡൊക്കെ വെച്ച് മകൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് വീട്ടിൽ നിന്നിറങ്ങി. എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോ ക്ലേക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോണോ അതോ ഇന്നലെ രാത്രി ഫോൺ ചെയ്ത ആ ഡോക്ടറെ കാണാൻ പോണോ? ക്ലേ നേരെ അസൈലത്തിലേക്ക് കാറ് തിരിച്ചു. ആദ്യം ആ ഡോക്ടറെ ചെന്ന് കണ്ട് കാര്യം എന്താന്ന് തിരക്കാലോ. എന്നിട്ട് വേഗം തന്നെ ക്ലേക്ക് തിരിച്ചു പോണം. മകളുടെ പിറന്നാളല്ലേ. ആ ഒരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം അസൈലത്തിലേക്ക് തിരിച്ചത്. ആശുപത്രിയിലെത്തിയ ക്ലേ അവിടുത്തെ നഴ്സിനെ കണ്ട് തനിക്ക് ഡോക്ടർ ഹെയ്സിങ്ങിനെ കാണണമെന്ന് പറയുമ്പോ ആ നഴ്സ് പറയും, കയ്യിലെ തോക്കോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അകത്തേക്ക് പോവാൻ പറ്റില്ല. കാരണം ഇതൊരു ഭ്രാന്താശുപത്രിയാണ്. അകത്തേക്ക് ആയുധങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് കേട്ട ക്ലേക്ക് ആണെങ്കിൽ തന്റെ തോക്ക് കൊടുക്കാനുള്ള മനസ്സില്ല. അദ്ദേഹത്തിന് ഇത് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. എന്തായാലും അദ്ദേഹം തന്റെ തോക്കിലെ ബുള്ളറ്റ് ഒക്കെ ഊരിയെടുത്തിട്ടാണ് തന്റെ തോക്ക് ആ നഴ്സിന് കൊടുക്കുന്നത്. പോരാത്തതിന് ക്ലേ ആ സ്ത്രീയെ പ്രാവുന്നുണ്ട്. എന്ത് സാധനം അത്, ഒന്ന് ചിരിച്ചോണ്ട് സംസാരിച്ചൂടെ? അതിനുശേഷം അദ്ദേഹം ഡോക്ടറെ കാണാനായിട്ട് ചെന്നു. ഇപ്പോ ഈ പാഴടഞ്ഞു പോയ ഈ ഒരു അസൈലത്തിന്റെ നടത്തിപ്പിന് വേണ്ടി ഗവൺമെന്റ് യാതൊരു തരത്തിലുള്ള സഹായങ്ങളും ചെയ്യുന്നില്ല. ചില രാഷ്ട്രീയക്കാരും മറ്റു ചില ആളുകളാണ് ഈ ആശുപത്രി നടത്താനുള്ള ഫണ്ടൊക്കെ കൊടുക്കുന്നത്. അതായത് മറ്റൊരു അസൈലത്തിലും ചികിത്സിക്കാൻ കഴിയാത്ത ഒത്തിരി വയലന്റ് ആയ ആളുകളെയാണ് ഇവിടെ ചികിത്സിക്കുന്നത്. ചില സ്പെഷ്യൽ കേസുകൾ മാത്രം. ചെന്ന പാടെ തന്നെ ക്ലേ അദ്ദേഹത്തോട്, എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് എന്നെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയത്? എന്താ കാര്യം? കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് ഈ അസൈലത്തില് ഡാനിയൽ ഗ്ലാസ്മാൻ എന്ന പട്ടാളക്കാരനെ ചികിത്സിക്കുന്നുണ്ട്. അവനെ താങ്കളോട് ഒന്ന് സംസാരിക്കണം. ഇത് കേട്ടതോടെ ക്ലേക്ക് വല്ലാതെ ദേഷ്യം വന്നു. മാനസിക നില തെറ്റിയ ഒരാളോട് ഞാൻ എന്ത് സംസാരിക്കാനാണ്? അപ്പോ ഡോക്ടർ പറയും, അതിന് കാരണമുണ്ട്. താൻ എന്റെ ജീവിതത്തില് ഡാനിയലിനെ പോലെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. അവന് ഭ്രാന്തില്ല. സിവിൽ വാർ നടക്കുന്ന സമയത്ത് ഡാനിയല് കൊല്ലപ്പെട്ടു എന്നാണ് അവന്റെ ആർമി ഗ്രൂപ്പ് കരുതിയത്. എന്നാൽ ഡാനിയലിന് യുദ്ധത്തിൽ വെച്ച് കാണാതായി 21 വർഷങ്ങൾക്ക് ശേഷം ഒരു കൃഷിക്കാരന്റെ തൊഴുത്തിൽ നിന്നാണ് അവനെ കണ്ടെത്തിയത് ജീവനോടെ. ഈ ഒരു കാര്യം കേട്ടതും ക്ലേ ആകെ അമ്പരന്നു പോയി. 21 വർഷങ്ങൾക്ക് ശേഷം മരിച്ചുപോയ ഒരാള് തിരിച്ചു വന്നു എന്നാണോ ഡോക്ടർ പറയുന്നത്? എനിക്ക് തോന്നുന്നു അവൻ നമ്മളെ എല്ലാവരെയും പറ്റിക്കുകയാണെന്ന്. ചിലപ്പോ യുദ്ധം നടക്കുന്ന സമയത്ത് ഡാനിയല് ആ യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടി രക്ഷപ്പെട്ടു കാണും. പിന്നെ ഏതെങ്കിലും കൃഷിസ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്ത് സർവൈവ് ചെയ്ത് ഒടുവില് പിടിക്കപ്പെട്ടപ്പോ ഭ്രാന്തനായിട്ട് അഭിനയിച്ച് ഇവിടെ എത്തി. താൻ ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ കേട്ടിരിക്കുന്നു. അന്നത്തെ കാലത്ത് പുരുഷന്മാര് നിർബന്ധമായിട്ടും യുദ്ധത്തിൽ പങ്കെടുക്കണം. ഇനി അതിനെ തയ്യാറാവാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് ശിക്ഷ തൂക്കുകയറാണ്. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളാണ് രക്ഷപ്പെട്ടോടാനായിട്ട് ശ്രമിച്ചിരുന്നത്. അപ്പോ 21 വർഷങ്ങൾക്ക് ശേഷം ഡാനിയലിനെ ആർമി ഗ്രൂപ്പ് കണ്ടെത്തിയപ്പോ അവനൊരു ഭ്രാന്ത
ഭ്രാന്തനായിട്ട് അഭിനയിച്ചു. തനിക്ക് തൂക്കുകയറ് കിട്ടാതിരിക്കാൻ. കണ്ടില്ലേ, അവൻ നമ്മളെ എല്ലാവരെയും പറ്റിച്ചിരിക്കുകയാണ്. അതിനെ ഡോക്ടർ പറയും, ഒരിക്കലും അവൻ അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അവന് ഭ്രാന്തില്ല, അത് നീ ഡാനിയലിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അവൻ തന്നെയാണ് ക്ലേ നിങ്ങളുടെ പേര് പറഞ്ഞത്, അല്ലാതെ എനിക്ക് നിങ്ങളെ അറിയില്ല. അവന് നിങ്ങളോട് എന്തോ കുറ്റസമ്മതം നടത്തണം. ഈ ഒരു കാര്യം കേട്ടതും ക്ലേ ആകെ ഷോക്കായി. കഴിഞ്ഞ 40 വർഷങ്ങളായി ഭ്രാന്താശുപത്രിയിൽ കഴിയുന്ന ഒരാൾക്ക് എങ്ങനെ എന്നെ അറിയാം, എന്റെ പേരറിയാം? അവനിനി എന്നോട് എന്താ പറയാനുള്ളത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ക്ലേ, നിങ്ങള് അവനോട് ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം എന്താന്ന് എനിക്കും അറിയാലോ. ക്ലേ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. അവനെ കണ്ട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ഈ കാര്യം മേലുദ്യോഗസ്ഥരോട് പറഞ്ഞ് അനുവാദം വാങ്ങണം. ഇങ്ങനെ കഥയും പറഞ്ഞിരുന്ന മകളുടെ പിറന്നാള് കൊളാവുന്ന് അദ്ദേഹത്തിന് അറിയാം. ഈ ഒരു സമയത്താണ് ഡോക്ടർ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഡാനിയല് അവൻ നിങ്ങളുടെ പേരാണ് പറയുന്നത്. അവൻ ആ പേര് തന്നെ എഴുതി ഒത്തിരി വാശി പിടിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ. ഡോക്ടർ ആ കടലാസൊക്കെ ക്ലേക്ക് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തെ കൊണ്ട് ഇത് വിശ്വസിക്കാനേ വയ്യ. ആ പേപ്പർ മുഴുവനും ക്ലെറ്റൻ ഡഗ്ലസ് എന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ എഴുതി വെച്ചിരിക്കുകയാണ്. ഡാനിയല് പ്രത്യേകം പറഞ്ഞിരുന്നു, ഇന്ന് തന്നെ നിങ്ങളെ കാണണം, കാരണം ഇന്ന് നിങ്ങൾക്ക് ഒത്തിരി പ്രത്യേകതയുള്ള ദിവസമാണ്. അതെ, ഇന്ന് ക്ലേയുടെ മകളുടെ പിറന്നാളാണ്. ഡോക്ടർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ക്ലേക്ക് തന്റെ തലയൊക്കെ ആകെ പെരുക്കാൻ തുടങ്ങി. ഡാനിയല് ഒരു സാധാരണ മനുഷ്യനെയല്ല, അവനെ ഏതൊരു ദുഷ്ടശക്തി കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവനെ മരിക്കണമെന്നുണ്ട്, അതായത് ഡാനിയലിന് മരിക്കണമെന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് മരിക്കാൻ കഴിയുന്നില്ല. പ്രായം ഒരുപാടായി. എന്തോന്ന് അവന്റെ ജീവൻ പിടിച്ചു വെച്ചിരിക്കുന്നത് പോലെ. ഡോക്ടർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ക്ലേയെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. പിന്നെന്താ, ക്ലേക്ക് ഇനി കാര്യങ്ങളൊക്കെ കേട്ട് സമാധാനത്തോടെ തിരികെ പോവാൻ പറ്റുമോ? ഇല്ല. ഡാനിയലിനെ കാണാൻ തന്നെ തീരുമാനിച്ചു. മറ്റു പേഷ്യൻസിനെ പോലെ ഡാനിയലിനെ വേറൊരു സെല്ലിലല്ല അടച്ചിട്ടിരിക്കുന്നത്. ബിൽഡിങ്ങിന്റെ ഏറ്റവും താഴെ ബേസ്മെന്റിലാണ്. ഇവരങ്ങനെ ഡാനിയലിന്റെ സെല്ലിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോ ക്ലേ ആ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ വന്നതിന് ശേഷം ഡാനിയല് പത്രം വായിക്കോ, റേഡിയോയില് വാർത്തകൾ കേൾക്കോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? അതിന് ഡോക്ടർ പറയും, അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് പോലും ഡാനിയൽ എന്നൊരു വ്യക്തി ഈ ഹോസ്പിറ്റലുണ്ടെന്ന് അറിയില്ല. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിക്ക് പിന്നെ എങ്ങനെ എന്റെ പേരറിയാം? അതും താനൊരു പോലീസുകാരനാണെന്ന് അവൻ എങ്ങനെ മനസ്സിലാക്കി? ഇതൊക്കെ ചിന്തിച്ച് ആകെ ഒരു അമ്പരപ്പോടെയാണ് ക്ലേ ഡാനിയലിനെ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ അവസാനം അവര് ഡാനിയലിനെ അടച്ചുവെച്ചിരിക്കുന്ന സെല്ലിലെത്തി. അവിടെ ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്ന ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു, സിസ്റ്റർ റോസ്. റോസ് ആദ്യമായിട്ടാണ് ഡാനിയലിനെ കാണുന്നത്. റോസ് വന്നപ്പോ തൊട്ട് ഡാനിയലെ സിസ്റ്ററോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തനിക്കൊരു പ്രീസ്റ്റിന്റെ ഹെൽപ്പ് വേണം, എന്നെ സഹായിക്കണമെന്നാണ്. അത് റോസ് ഡോക്ടറോട് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ക്ലേ ആണെങ്കിൽ ബെഡിൽ തളർന്നു കിടക്കുന്ന ഡാനിയലിനെ ഒന്ന് നോക്കി. സത്യം പറഞ്ഞ ഡാനിയലിനെ കണ്ട് നായകൻ ആകെ ഷോക്കായി. ശരിക്കും ജീവനുള്ളൊരു ഡെഡ് ബോഡി, ഒരുപാട് പ്രായമുള്ള ഒരാള്, അഴുകിയ ശരീരം, സംസാരിക്കാൻ വയ്യ, എണീറ്റ് നടക്കാനൊന്നും പറ്റില്ല. ആളിപ്പോ നല്ല ഉറക്കത്തിലാണ്. ക്ലേയുടെ ശബ്ദം കേട്ടതും ഡാനിയല് ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അയാൾക്കൊത്തിരി സന്തോഷായി. അപ്പോ ക്ലേ ആകെപ്പാടെ കൺഫ്യൂസ് ആയിട്ട് ഡോക്ടറോട് ചോദിക്കും, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാള് തന്നോട് എന്ത് കുറ്റസമ്മതം നടത്താനാ? അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുൻപ് ഡാനിയലിനെ ബെറ്റി എന്നൊരു നഴ്സായിരുന്നു നോക്കിയിരുന്നത്. ആ സമയത്ത് ഡാനിയൽ എഴുതി കാണിച്ചതെല്ലാം തന്നെ പകർത്തി എഴുതി സീൽ ചെയ്ത് വെച്ചിരുന്നു. ഇതുവരെ ഡോക്ടർ അതൊന്ന് തുറന്നു നോക്കിയിട്ടില്ല. കാരണം ഡാനിയൽ അത് ക്ലേക്ക് വേണ്ടി എഴുതിച്ചതാണ്. ഇത് കേട്ടതും നമ്മുടെ നായകൻ അങ്ങനെ അമ്പരന്ന് നിൽക്കുക. ഡോക്ടർ, നിങ്ങൾക്ക് ഇതുവരെ അതൊന്ന് തുറന്നു നോക്കി വായിക്കണമെന്ന് തോന്നിയിട്ടില്ലേ? നിങ്ങൾ എന്ത് മനുഷ്യനാണ്? ഡാനിയൽ പ്രത്യേകം പറഞ്ഞിരുന്നു, ഇത് ക്ലേ ആണ് ആദ്യമായിട്ട് വായിക്കേണ്ടത്, അല്ലാതെ മറ്റാരും വായിക്കാൻ പാടില്ല. അങ്ങനെ ഡോക്ടർ ഡാനിയലിന്റെ കഥ വായിക്കാൻ തുടങ്ങി. ഡാനിയല് പഠിച്ചതും വളർന്നതൊക്കെ ഒരു അനാഥാലയത്തിലാണ്. വളർന്നു കഴിഞ്ഞപ്പോ അവൻ തന്റെ രാജ്യത്തിനു വേണ്ടി പട്ടാളത്തിൽ ചേർന്നു. പക്ഷേ അവനെ കൊണ്ട് ആരെയും കൊല്ലാനോ ഉപദ്രവിക്കാനൊന്നും കഴിയില്ല. ഡാനിയല് ഒരു പാവമായിരുന്നു. പാവെന്ന് പറഞ്ഞാ അവൻ ആരെയും ഉപദ്രവിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നാലും അവൻ എത്തിച്ചേർന്നത് പട്ടാളത്തിലായിരുന്നു. അന്ന് ഡാനിയൽ ഉൾപ്പെടുന്ന ആർമി ഗ്രൂപ്പ് ചരക്ക് സാധനങ്ങളൊക്കെ വന്നിരുന്ന റെയിൽവേക്ക് കാവൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് മറ്റൊരു കൂട്ടം പട്ടാളക്കാര് ഡാനിയലിന്റെ ഗ്രൂപ്പിനെ ആക്രമിക്കുന്നത്. ആ ഒരു ആക്രമണത്തില് ഡാനിയലിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുവിധം പട്ടാളക്കാരെല്ലാവരും കൊല്ലപ്പെട്ടു. അങ്ങനെ ഡാനിയല് ഒരു പട്ടാളക്കാരനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. അവൻ ആ പട്ടാളക്കാരനെ സഹായിക്കാനും നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് മറ്റൊരു പട്ടാളക്കാരൻ
പോലീസുകാരൻ നമ്മുടെ ഡാനിയലിനെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നത്. ഡാനിയലിനെ പിന്നിൽ നിന്ന് കത്തികൊണ്ട് കുത്തി, എന്നിട്ട് അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് എപ്പോഴോ അബോധാവസ്ഥയിൽ നിന്ന് കണ്ണു തുറന്ന ഡാനിയല് കാട്ടിലൂടെ ഒരുപാട് ദൂരം അലഞ്ഞു തിരിഞ്ഞു നടന്നു സഹായത്തിനായിട്ട്. ഒടുക്കം ഡാനിയൽ ആ കാട്ടില് ബോധം കെട്ട് വീണു. ഒരുപാട് രക്തം നഷ്ടപ്പെട്ട് അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ഡാനിയലിനെ ആരോ ഒരാള് ആ കാട്ടിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് നമ്മുടെ ക്ലേ വേഗം തന്നെ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ അങ്ങ് പിടിച്ചു വാങ്ങി. ഇതാണോ ഇത്ര വലിയ ഭീകര കഥ? ഞാൻ തന്നെ വായിച്ചോളാം. യുദ്ധം നടക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കും, അതല്ലേ ഡാനിയലിന് സംഭവിച്ചത്? ഇതും പറഞ്ഞ് വളരെ നിസ്സാരമായിട്ടാണ് ക്ലേ ആ പേപ്പറൊക്കെ വായിച്ചു നോക്കുന്നത്. അപ്പൊ തന്നെ ആകെ വെപ്രാളപ്പെട്ട് ഡാനിയല് തന്റെ സ്ലേറ്റിൽ എഴുതി കാണിക്കും, ക്ലേയുടെ മകളില്ലേ, അവളുടെ ജീവൻ അപകടത്തിലാണ്, അവൾ ഇന്ന് കൊല്ലപ്പെടും. ഡാനിയലിനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കാണെങ്കില് അതൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ ഇതൊന്നും തന്നെ ക്ലേ കാര്യമാക്കുന്നില്ല. മാനസിക നില തെറ്റിയൊരു മനുഷ്യൻ എന്തൊക്കെയോ കാണിക്കുന്നു, പറയുന്നു. എന്നാ അടുത്ത സെക്കൻഡിൽ തന്നെ ഡാനിയലിന്റെ മട്ടും ഭാവമൊക്കെ ആകെ മാറി. അവൻ പെട്ടെന്ന് തന്നെ സ്ലേറ്റിലെ മറ്റൊരു വാക്ക് എഴുതി കാണിച്ചു, സ്പിനോസി. ഇത് കണ്ടതോടെ ക്ലെറ്റന്റെ കൺട്രോൾ അങ്ങ് പോയി. നിന്നെ ഞാൻ കൊല്ലൂടാന്ന് പറഞ്ഞ നായകൻ ഡാനിയലിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. ഡോക്ടറും റോസും ചേർന്ന് അദ്ദേഹത്തെ എങ്ങനെയൊക്കെയോ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ക്ലേ ആണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ അലറി വിളിച്ച് ഡാനിയലിന്റെ കയ്യിലിരുന്ന സ്ലേറ്റ് ഒക്കെ പിടിച്ചു വാങ്ങി അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഇത് കണ്ട് ഡാനിയലും അവനെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിക്കുന്നുണ്ട്. ഡാനിയല് അത് മനഃപൂർവ്വം ക്ലേയെ പ്രൊവോക്ക് ചെയ്യാൻ തന്നെ എഴുതിയതാണ്. സ്പിനോസി അതെന്തായിരിക്കും? അതേസമയം തന്നെ ആ മുറിക്ക് പുറത്തേക്ക് ഓടിപ്പോയ ക്ലേ ആകെപ്പാടെ ദേഷ്യത്തില് ഡോക്ടറോട് ചോദിക്കും, ഡാനിയല് ഇവിടേക്ക് വന്നിട്ട് എത്ര വർഷങ്ങളായി? അതിനെ ഡോക്ടർ പറയും 40 വർഷം. ഡാനിയല് ആദ്യമായിട്ട് ഈ അസൈലത്തിലേക്ക് വന്നപ്പോ മറ്റ് പേഷ്യൻസിനെ പോലെ തന്നെ ഒരു നോർമൽ സെല്ലിലായിരുന്നു. എന്നാൽ പിന്നെ ഡാനിയലിന്റെ പെരുമാറ്റത്തില് എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് അത്രയും സേഫ്റ്റി ആയിട്ട് അവനെ ബേസ്മെന്റിൽ അടച്ചത്. ഇപ്പോ നായകനും ഡാനിയൽ പറഞ്ഞ സ്പിനോസി എന്ന വാക്ക് അതെന്താന്ന് ഡോക്ടറോട് പറയുന്നുണ്ട്. ക്ലെറ്റൻ പോലീസായി ആദ്യമായിട്ട് ജോലിക്ക് വന്ന ദിവസം അദ്ദേഹം ആദ്യമായിട്ട് അന്വേഷിച്ച കേസാണ് സ്പിനോസി കുടുംബത്തിലെ കൊലപാതകം. സ്പിനോസി കുടുംബത്തിലെ എല്ലാവരെയും ആരൊരാള് കോടാലി കൊണ്ട് വെട്ടി കൊലപ്പെടുത്തി. ആ വീട്ടിലുണ്ടായിരുന്ന ഒരു കൊച്ചു പയ്യൻ മാത്രമാണ് ആ ഒരു കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നാ പിന്നീട് ആ പയ്യൻ എങ്ങോട്ട് പോയെന്നോ അവൻ എന്ത് സംഭവിച്ചെന്നോ അതൊന്നും തന്നെ പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സ്പിനോസി കുടുംബത്തിലെ ആ കൊലപാതകം നടക്കുന്നതിന് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ആ കൊച്ചു പയ്യന്റെ അച്ഛനെയും മുത്തശ്ശനെയും കാണാതായി. ഒരുപക്ഷെ ആ കൊലകളൊക്കെ ചെയ്തത് ആ കൊച്ചു പയ്യൻ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ? ആ ഒരു കേസിനെ പറ്റി ചിന്തിക്കാൻ തന്നെ ക്ലേക്ക് ഇഷ്ടമല്ല. അത്രയും ക്രൂരമായൊരു കൊലപാതകമായിരുന്നു അത്. തന്നെ കൊണ്ട് കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ക്ലേക്ക് അത്രയും ദേഷ്യം വന്നത്. തന്നെ കളിയാക്കുന്നത് പോലെ ക്ലേക്ക് തോന്നി. ഇപ്പോ നായകൻ ഡോക്ടറോട് പറയും, ഡാനിയലിനെ ആരൊക്കെ കാണാൻ വന്നിട്ടുണ്ട്, അവൻ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, എത്ര പേരാണ് പണ്ട് ഇവിടെ ജോലി ചെയ്തിരുന്നത്, എനിക്കതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് വേണം. മറുവശത്ത് റോസ് ആണെങ്കില് ക്ലേ വലിച്ചെറിഞ്ഞ സ്ലേറ്റ് എടുത്ത് മേശപ്പുറത്തേക്ക് വെക്കുന്ന നേരത്ത് തളർന്നു കിടന്നിരുന്ന ഡാനിയല് ബെഡിൽ എണീറ്റിരിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ പഴയതുപോലെ കിടന്നു. എന്നാൽ സിസ്റ്ററിനാണെങ്കിൽ മരണഭയമാണ്. ഇവിടെ എന്തോ ശരിയല്ല എന്ന് റോസിന് തോന്നി തുടങ്ങി. റോസ് പതിയെ ഡാനിയലിന്റെ അടുത്തേക്ക് ചെന്ന് ആ സ്ലേറ്റ് ബെഡിലേക്ക് വെച്ചു. നോക്കുമ്പോ ഡാനിയലിന് യാതൊരു അനക്കവുമില്ല. പെട്ടെന്നാണ് അവൻ ചുമക്കുന്നത്. റോസാകെ ഭയന്നുപോയി. കാരണം അവൻ സിസ്റ്ററിനെ നോക്കി ഒരു സാത്താന്റെ ശബ്ദത്തിലാണ് ചിരിക്കുന്നത്. അപ്പോഴേക്കും ഇവിടെ ഡോക്ടറാണെങ്കിൽ ഡാനിയലിനെ കാണാൻ വന്നവരും അവനോട് സംസാരിച്ചിരുന്ന സ്റ്റാഫിന്റെ ഒക്കെ ഒരു ലിസ്റ്റ് തന്നെ എടുത്ത് അത് നായകന് കൊടുക്കുന്നുണ്ട്. സ്പിനോസി കുടുംബം കൊല്ലപ്പെട്ടത് 1898-ലാണ്. ആ ഒരു കൊലപാതകം നടക്കുന്നതിന് 9 വർഷങ്ങൾക്ക് മുൻപാണ് ഡാനിയൽ ഈ ഭ്രാന്താശുപത്രിയിൽ എത്തിയത്. ഈ അസൈലത്തിൽ എത്തിയതിനു ശേഷം ഡാനിയലിന് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെ അവൻ ഈ സ്പിനോസി കുടുംബത്തിന്റെ മരണത്തെക്കുറിച്ച് അറിയാം? അവർക്ക് രണ്ടുപേർക്കും യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ. അവരീ കാര്യം ഡാനിയലിനോട് തന്നെ ചോദിക്കാന്ന് പറഞ്ഞ് ആ സെല്ലിലേക്ക് ചെല്ലുമ്പോൾ സിസ്റ്റർ റോസ് അവിടെ ബോധം കെട്ട് കിടക്കാണ്. മൂക്കിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. സിസ്റ്ററിന് എന്ത് സംഭവിച്ചു എന്ന് ഓർമ്മയില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, താൻ ഓക്കെയാന്ന് പറഞ്ഞ് റോസ് കൂടുതലൊന്നും തന്നെ അവരോട് സംസാരിക്കാൻ തയ്യാറായില്ല. പെട്ടെന്ന് തന്നെ ഡാനിയലിന്റെ ഈ കൺഫെഷൻ വായിച്ചു തീർത്ത് എങ്ങനെയെങ്കിലും പുറത്തേക്ക് രക്ഷപ്പെട്ടാ മതിയെന്നായി. അങ്ങനെ തുടർന്ന്
തുടർന്ന് ഡോക്ടർ ഡാനിയലിന്റെ കൺഫെഷൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ തന്നെ നമ്മളെ ഡാനിയലിന്റെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതിനു മുൻപ് അവനെ ആരൊരാള് കാടിനകത്ത് കൂടി വലിച്ചുകൊണ്ട് പോകുന്നതല്ലേ നമ്മൾ കണ്ടത്. എന്നാ അടുത്ത ദിവസം ഡാനിയല് മയക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുമ്പോ അവൻ ബെഡിൽ നിന്നാണ് എണീക്കുന്നത്. അവൻ ആദ്യം കരുതി താൻ ഏതോ ആശുപത്രിയിലാണെന്ന്. എന്നാൽ ആ സമയത്താണ് എൽസി എന്നൊരു സ്ത്രീ ആ മുറിയിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഡാനിയലിന് താൻ ആശുപത്രിയിലല്ല, മറിച്ച് കാടിന് നടുക്കുള്ള ഒരൊറ്റപ്പെട്ട വീട്ടിലാണെന്ന് തിരിച്ചറിയുന്നത്. അവനാണെങ്കിൽ വേദന കൊണ്ട് പൊളഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്ക് ആശുപത്രിയിൽ പോണം, എനിക്ക് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് ഡാനിയൽ ആ ബെഡിൽ കിടന്ന് പെടയുന്ന സമയത്തൊക്കെ തന്നെ അവന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ബുള്ളറ്റ് ഇപ്പോഴും അവന്റെ ശരീരത്തിൽ തന്നെയുണ്ട്. പിന്നെ അത്രയും വലിയ മുറിവായിരുന്നു ഡാനിയലിന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. അവന് യാതൊരു തരത്തിലുള്ള ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല. ഡാനിയൽ അങ്ങനെ മരണവേദനയില് അലറിക്കരയുന്ന നേരത്ത് എൽസി അവന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയും, അനങ്ങല്ലേ, നിങ്ങളുടെ ബ്ലഡ് ഒത്തിരി നഷ്ടപ്പെടും. ഇവിടെ ഡോക്ടറോ തൊട്ടടുത്ത ആശുപത്രിയോ ഒന്നുമില്ല. എന്നാലും നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നതിന് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ ദൈവമായിട്ട് പറഞ്ഞയച്ചതാന്ന് പറഞ്ഞ് ആ സ്ത്രീ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. ഇത് കണ്ടതും ഡാനിയൽ ആകെ അമ്പരന്ന് പോയി. ഒരാളിവിടെ മരണവേദനയിൽ കരയുമ്പോ ആരാന്ന് പോലും അറിയാത്ത ഒരു സ്ത്രീ തന്റെ കൺമുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയത്താണ് എൽസിയുടെ ഹസ്ബൻഡ് ടോം ആ മുറിയിലേക്ക് വരുന്നത്. വന്ന പാടെ തന്നെ ടോം തന്റെ വൈഫിനെ വാൺ ചെയ്യുന്നുണ്ട്, നീ അവനോട് അധികം സംസാരിക്കാൻ നിൽക്കണ്ട, പറഞ്ഞത് കേട്ടല്ലോ. എൽസി അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് ആ മുറിയിൽ നിന്ന് പോയി. അപ്പോ ഡാനിയൽ ആണെങ്കില് വേദന കൊണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഈ വേദന ഇല്ലാതാക്കാനായിട്ട് എനിക്ക് എന്തെങ്കിലും മരുന്ന് തരാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചാൽ മതി. എന്തൊക്കെ പറഞ്ഞിട്ടും ടോം അതിനൊക്കെ തന്നെ പറ്റില്ല എന്നാണ് പറയുന്നത്. തൽക്കാലത്തേക്ക് ഡാനിയല് വേദനയില്ലാതെ ഉറങ്ങാനായിട്ട് ടോം അവന് ഒരു പച്ചമരുന്ന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വേദനയില്ലാതെ 2 ദിവസം സുഖമായിട്ട് ഉറങ്ങി. 2 ദിവസം കഴിഞ്ഞാണ് ഡാനിയല് മയക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുന്നത്. അവൻ എണീറ്റ ഉടനെ തന്നെ എനിക്ക് എന്റെ മേലുദ്യോഗസ്ഥർക്ക് സന്ദേശം അയക്കണം, തനിക്ക് അപകടം പറ്റിയെന്ന് അറിയിക്കണം, എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും ടോം അതിനൊന്നും തന്നെ തയ്യാറായില്ല. പട്ടാളക്കാരെ വിവരം അറിയിക്കാനോ. എന്റെ ഈ ഫാമിലി ദൈവവിശ്വാസികളാണ്. ഞങ്ങൾ ആരും തന്നെ മനുഷ്യന്മാരെ ഉപദ്രവിക്കാറില്ല. ഒരു പട്ടാളക്കാരും ഈ മണ്ണിനകത്ത് കാലുകുത്തില്ല. പിന്നെ നിന്നെ ഞങ്ങൾ സഹായിച്ചത് രാജ്യത്തിന് വേണ്ടി പോരാടി നിനക്കിങ്ങനെ ആപത്ത് വന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെ നീ ആരാണ്, നിന്റെ പേരെന്താണ്, ഇതൊന്നും തന്നെ ഞങ്ങൾ നിന്നോട് ചോദിക്കില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ പേരും വിവരങ്ങളൊന്നും തന്നെ നീ ചോദിക്കാനും പാടില്ല. നിന്റെ ഈ മുറിവുകളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ നിന്ന് പോവാം. പട്ടാളക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ടോം അവനോട് പറയുന്നുണ്ട്. അന്ന് അർദ്ധരാത്രിയായതും ഡാനിയൽ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആ കട്ടില് തനിയെ നീങ്ങാൻ തുടങ്ങി. ആകെ പേടിച്ചു പോയവൻ വേഗം തന്നെ ഞെട്ടിയെണീറ്റു. മുറിയില് ആരെയും കാണാനില്ല. കട്ടില് തനിയെ കിടന്ന് കുലുങ്ങുന്നുണ്ട്. ഈ സമയത്താണ് താഴെ നിന്ന് ടോമും വൈഫും വഴക്കിടുന്ന ശബ്ദം കേൾക്കുന്നത്. അവരാ വഴക്കിടുന്ന സമയത്ത് പരസ്പരം പേര് വിളിച്ച് പറയുന്നുണ്ട്. അയാളുടെ പേര് ടോം എന്നാണെന്നും വൈഫിന്റെ പേര് എൽസി എന്നാണെന്നും അവന് മനസ്സിലായി. അല്ല, ഈ പാതിരാത്രി അവരെന്തിനെങ്ങനെ വഴക്കിടുന്നത്? എൽസി തന്റെ ഹസ്ബൻഡിനോട് കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, നമുക്ക് ഹെൽപ്പ് വേണം, നമുക്കിത് തനിച്ചു ചെയ്യാൻ പറ്റില്ല. ഇത് കേട്ട് ദേഷ്യം വന്ന ടോം, പുറത്തുനിന്ന് ഒരാള് പോലും നമ്മുടെ മണ്ണിൽ കാലുകുത്താൻ പാടില്ല. നമുക്ക് ഈ കാര്യം പുറത്ത് ആരോടും പറയാനും പറ്റില്ല. നമുക്കിതൊക്കെ എങ്ങനെയെങ്കിലും ശരിയാക്കാം. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ല. അവരീ തർക്കിക്കുന്നത് കേട്ടോണ്ടിരുന്ന ഡാനിയല് പെട്ടെന്ന് തന്നെ തന്റെ മേശപ്പുറത്തിരുന്ന ബെല്ലടിക്കുന്നുണ്ട് സഹായത്തിനായിട്ട്. ഉടനെ തന്നെ അവരവന്റെ മുറിയിലേക്ക് വന്നു. അപ്പോ ഡാനിയല് പറയും, എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം. അതിനെ ടോം അവനെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഡാനിയല് യൂറിനേറ്റ് ചെയ്യുന്നത് ബ്ലഡ് ആയിരുന്നു. താനിനി രക്ഷപ്പെടില്ല, താൻ മരിക്കാൻ പോവാണെന്ന് അവന് മനസ്സിലായി. എനിക്കൊരു ഡോക്ടറിന്റെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് അവൻ കരയുന്നുണ്ടെങ്കിലും ടോം അതൊന്നും തന്നെ കേൾക്കുന്ന ഭാവമില്ല. അല്ലെങ്കിൽ വേണ്ട, ഒരു മൃഗഡോക്ടർ ആയാലും മതി. ഇത് കേട്ടതും ടോം പറയും, ശരി, ഞാൻ നാളെ വേട്ടയ്ക്ക് വേണ്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു മൃഗഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരാന്ന് അവനോട് പറയും. ഈ സമയത്ത് അവന് ഉറങ്ങാനുള്ള മരുന്ന് മണപ്പിച്ചതും ഡാനിയല് എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറയാൻ തുടങ്ങി. ആ വൃദ്ധയായ സ്ത്രീയോട് എന്നെ ഒന്ന് വെറുതെ വിടാൻ പറയോ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇനി നാളെ ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടാ മതി. ഇവനിത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നറിയാതെ അവര് രണ്ടുപേരും ആ മുറിയിൽ നിന്ന് പോയി. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് ഡോക്ടർ ഈ കഥ വായിക്കുന്നത് കണ്ട് നമ്മുടെ നായകന് വല്ലാതെ ദേഷ്യം വന്നു. ഞാനെന്താ ഈ സിനിമാ കഥ കേൾക്കാൻ നിൽക്കണോ? എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല, നേരവുമില്ല.
ഈ ഡാനിയൽ എങ്ങനെയാ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് അതറിഞ്ഞാ മതി. ദേഷ്യം വന്ന ക്ലേ നേരെ ചെന്ന് ഡാനിയലിന്റെ മുഖത്ത് നോക്കി ചോദിക്കും, പറ, നീ എങ്ങനാ മരണത്തിൽ നിന്ന് ജീവനോടെ തിരികെ വന്നത്? ഒരു മെഡിക്കൽ സഹായവും ഇല്ലാതെ. എന്നാൽ ഡാനിയലിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവുമില്ല. അവനൊന്നും തന്നെ പറയുന്നില്ല. ക്ലേ ആകെ ദേഷ്യം പിടിച്ചു നിൽക്കുക. സിസ്റ്റർ റോസ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഇവനെ രക്ഷിച്ചത് ദൈവാണോ അതോ ഇവൻ എന്തെങ്കിലും അമാനുഷിക ശക്തിയുണ്ടോ? അതിന് റോസ് പറയും, ഈ ലോകത്ത് പല പല അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. അതിന്റെ കാരണങ്ങള് എന്നോട് ചോദിച്ചാ ഞാനെന്ത് പറയാനാ? എന്നാ എന്നെ കൊണ്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പുരോഹിതന് ഇതിന് ഉത്തരം പറയാൻ കഴിയും. ഡാനിയലിന് ഒരു പ്രീസ്റ്റിന്റെ ഹെൽപ്പ് അത്യാവശ്യമാണെന്നാണ് റോസ് പറയുന്നത്. എനിക്ക് ഒരല്പം സമയം വേണം, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാന്ന് പറഞ്ഞ് റോസ് മുറുക്കി പുറത്തേക്ക് ഇറങ്ങി. റോസ് തന്റെ മൂക്കിലെ ബ്ലഡ് ഒക്കെ കഴുകി ബാത്റൂമിനകത്ത് നിന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആ ഇടനാഴിയിൽ നിന്ന് ആരോ സിസ്റ്ററിന്റെ പേര് വിളിക്കുന്നത്. ആ ഇടനാഴിയിലേക്ക് ചെന്ന് നോക്കുമ്പോ കുറച്ച് ദൂരെയായിട്ട് ആരോ ഒരാൾ നിൽക്കുന്നുണ്ട്. അത് ഈ ഹോസ്പിറ്റലിലെ ഏതെങ്കിലും സ്റ്റാഫാണെന്ന് കരുതി റോസ് അയാളെ വിളിച്ചു നോക്കിയെങ്കിലും അവിടെ നിന്ന് യാതൊരു പ്രതികരണവുമില്ല. ആകെ ഭയന്നു പോയ റോസ് ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ് വേഗം തന്നെ ഡാനിയലിന്റെ സെല്ലിനടുത്തേക്ക് ഓടി. മറുവശത്ത് ക്ലേ ആണെങ്കിൽ ഡാനിയലിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഡോക്ടറോട് ചോദിച്ചറിയുന്നുണ്ട്. അവനെ ഇതിനു മുൻപ് നോക്കിയത് ബെറ്റി എന്ന നഴ്സല്ലേ? അവരല്ലേ ഈ കൺഫെഷനൊക്കെ പേപ്പറിലേക്ക് പകർത്തി എഴുതിയത്? അവരെ കോണ്ടാക്ട് ചെയ്യാൻ എന്താ വഴി? അപ്പോഴാണ് ബെറ്റി മരണപ്പെട്ട കാര്യം ഡോക്ടർ അദ്ദേഹത്തോട് പറയുന്നത്. ഇത് കേട്ടതോടെ ക്ലേയുടെ കൺട്രോൾ അങ്ങ് പോയി. ഇത് നിങ്ങൾക്ക് നേരത്തെ പറയാറുന്നില്ലേ?